ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറവുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ സ്കിൻ ടാർഗർ ടെസ്റ്റ് അഥവാ പിഞ്ച് ടെസ്റ്റ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈപ്പത്തിയുടെ പുറകുവശത്തെ സ്കിന്ന് കുറച്ച് സെക്കൻഡ്സ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം റിലീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കിന്ന് തിരികെ പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്തത് യൂറിൻ കളർ ടെസ്റ്റ് ആണ്. മൂത്രത്തിന്റെ നിറം നോക്കി മനസ്സിലാക്കുന്ന രീതിയാണിത്. മൂത്രത്തിന്റെ നിറം പെയിൽ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടെന്നും, ഡാർക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചെറുതായിട്ട് കുറവുണ്ടെന്നും, ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡീഹൈഡ്രേഷൻ സ്റ്റേറ്റിലാണ് നിങ്ങളുടെ ബോഡി ഉള്ളതെന്ന് മനസ്സിലാക്കാം. അടുത്തത് മൗത്ത് ആൻഡ് ലിപ്പ് ചെക്കാണ്. വരണ്ടതും ഒട്ടിപ്പിടിക്കുന്നതുമായ ചുണ്ടുകളിൽ ക്രാക്കുകൾ കാണുക, കട്ടി കൂടിയ ഉമിനീര്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അടുത്തത് ഐ മോയ്സ്ചർ ആൻഡ് ടിയർ ടെസ്റ്റ് ആണ്. കണ്ണുകൾ വരണ്ടതായിരിക്കുക, കരയുന്ന സമയത്ത് കണ്ണീര് തീരെ ഇല്ലാതിരിക്കുക, കാഴ്ച മങ്ങുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറവാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ദാഹവും ക്ഷീണവും. വിട്ടുമാറാത്ത ദാഹം, തലകറക്കം, തലവേദന, ക്ഷീണം, ഇതൊക്കെ ശരീരത്തിലെ ഡീഹൈഡ്രേഷന്റെ തുടക്കത്തിലെ തന്നെയുള്ള ലക്ഷണങ്ങളാണ്. ഇനി പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ട്. വയറ്റിന്ന് പോകുന്നത് വളരെ ഡ്രൈ ആയിട്ടിരിക്കുക, ഡയപ്പർ തീരെ വെറ്റ് ചെയ്യാതിരിക്കുക, കണ്ണുകൾ കുഴിഞ്ഞിരിക്കുക, കരയുമ്പോൾ തീരെ കണ്ണീരില്ലാതിരിക്കുക, എപ്പോഴും ക്ഷീണവും അലസതയും കാണിക്കുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അറിവുകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക.